ഒരു അരിനെല്ലിക്കയുടെ അച്ചാറാണ് കാണിക്കുന്നത്. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. എല്ലാ അച്ചാറും ഒക്കെ പോലെ തന്നെയാണ്. വീട്ടിൽ ഒരുപാട് അരിനെല്ലിക്ക ഉണ്ടേനും അരിനെല്ലിക്ക ഇങ്ങനെ മഴയൊക്കെ ആയിട്ട് പറ്റ കൊഴിഞ്ഞു പോകുന്നത് കാണുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. അതുകൊണ്ട് വിചാരിച്ച് എന്തായാലും എടുത്തിട്ട് കുറച്ച് അച്ചാറും ഉപ്പിലൊക്കെ ഇടാം. പിന്നെ കുറേയൊക്കെ അയൽവാസിയേക്കൊക്കെ കൊടുത്ത്. അപ്പം എന്തായാലും നമ്മൾ ഇതൊക്കെ കുറേയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. മുഴുവനൊന്നും എടുത്തിട്ടില്ല, കുറേയൊക്കെ പറിച്ചെടുത്ത് അപ്പം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എത്ര എരിവ് വേണം, നിങ്ങളുടെ എത്ര അരിനെല്ലിക്ക ഉണ്ട് അതിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം കുറച്ചു നേരം ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഈ ഉപ്പും മുളക് പൊടിയും ഒക്കെ ആവുന്ന രീതിയിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പം അത് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ എത്ര അരിനെല്ലിക്കയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കുക. ഞാനിപ്പോൾ ഒരു 200 വെളുത്തുള്ളിയും 200 ഇഞ്ചിയും ഒന്ന് മിക്സിയിലിട്ട് ചതക്കി എടുത്തതാണ്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇനി എണ്ണ അല്ലെങ്കിൽ വേറെ എന്ത് സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഈ വെളുത്തുള്ളി കംപ്ലീറ്റ് ആയിട്ട് ചതക്കിയതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമ്മളൊന്ന് ജസ്റ്റ് വറുത്തെടുക്കുക. ഇതൊന്ന് വറുത്തിട്ട് എണ്ണയിൽ നിന്ന് കോരുകയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് ഇഞ്ചും വെളുത്തുള്ളി ഒരുമിച്ച് വറുക്കാം, പക്ഷെ അതിലും ടേസ്റ്റ് എനിക്ക് ഇങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം സെപ്പറേറ്റ് ആയിട്ടുള്ള ആ ടേസ്റ്റ് കിട്ടും. അപ്പോൾ വെളുത്തുള്ളി കംപ്ലീറ്റ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് നമ്മൾ ഇഞ്ചിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചിയും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഏകദേശം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നൊക്കെ വരെ വറുത്തെടുത്താൽ മതി. ഇത് സെപ്പറേറ്റ് ആയി വറുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ അച്ചാറിലൊരു പ്രത്യേക കടിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതും ഒന്ന് നന്നായിട്ടൊന്ന് വറന്ന് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വറുത്തിട്ട് എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇനി എണ്ണയിലേക്ക് നല്ലോണം എണ്ണ ചൂടായിട്ട് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കടുക് പൊടി ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഈ ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരിനെല്ലിക്ക മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ എണ്ണ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഉപ്പോ മുളക് പൊടിയോ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നോ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും കൂടാതെ നോക്കുക. ആദ്യം ഒന്ന് കുറച്ചെടുത്തിട്ട് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ഈ പാത്രത്തോടൊന്ന് മിക്സ് ചെയ്യാണ് എല്ലായിടത്തേക്കും ഒന്ന് എത്താൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു 2-3 മിനിറ്റ് ഒക്കെ ഒന്ന് എണ്ണ കിടന്നൊന്ന് വാടി വന്നാൽ മതി. ഇനി അതിനുശേഷം നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഉള്ളത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ അരിനെല്ലിക്ക എടുത്തൊന്ന് കടിച്ചു നോക്കുക. പെട്ടെന്നൊന്ന് കുഴഞ്ഞൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പാകമാണ്. ഇപ്പൊ ഈ ഇഞ്ചും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് എല്ലാ ഇടത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇതൊന്നും കൂടെ പാത്രം ഉപയോഗിച്ചിട്ട് എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് പാത്രം ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഇനി നമ്മൾ സുർക്ക അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ അരിനെല്ലിക്ക കിടക്കുന്നതിന്റെ അതേ ലെവലിൽ നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതേ ലെവലിലൊക്കെ ഏകദേശം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം ഉണ്ടാവരുത്. ഈ സ്പൂണിലൊന്നും നല്ല ഡ്രൈ ആയിരിക്കണം. അപ്പോൾ ഈ അരിനെല്ലിക്കയുടെ അതേ ലെവലിൽ സുർക്ക ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കുക. ഉപ്പൊന്ന് പാകമാണെങ്കിൽ ഉപ്പൊന്നൊക്കെ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കണം. ഒരു 4-5 മിനിറ്റ് ഒക്കെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ സുർക്ക ഇതിൽ കിടന്നിട്ട്, കാരണം ഇതിൽ വിനാഗിരിയിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1 ടീസ്പൂൺ വറുത്ത് പൊടിച്ചു വെച്ചിട്ടുള്ള ഉലുവയുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഉലുവയുടെ പൊടി ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ, പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇല്ലാതെ ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് ടേസ്റ്റ് ഒക്കെ തോന്നിയിട്ടുണ്ട് അച്ചാറിന്. ഒരു വേറെ ടേസ്റ്റ് ആവുന്നേ ഉള്ളൂ. ഇനി ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് പാകം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഉപ്പ് കുറച്ചൊന്ന് മുന്നോട്ട് നിൽക്കുന്നത് നല്ലതാണ്. കാരണം ഈ അരിനെല്ലിക്കയിലൊക്കെ ഉപ്പ് കയറി വരുമ്പോൾ കുറയാൻ സാധ്യത ഉണ്ട്. ഇനി ഇതൊരിക്കലും നിങ്ങളൊരു അടപ്പൊന്നും വെച്ചിട്ട് മൂടി വെക്കരുത്. ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് മൂടിയിട്ട് നല്ലോണം തണുത്തതിന് ശേഷം ആണ് നമ്മളിത് മാറ്റിയെടുക്കേണ്ടത്, ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു ന്യൂസ് പേപ്പർ വെച്ചാണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അടപ്പ് വെച്ചിട്ടാണെങ്കിൽ വെള്ളം ഉള്ളിലിട്ട് ഇറങ്ങാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിപ്പോൾ ആ സുർക്കൊക്കെ കുറച്ചൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഈ സമയത്ത് ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുള്ള ഒരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.